ദില്ലിക്ക് വീണ്ടും വനിതാ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയാകും, പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവും. നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും. നോബൽ മാരിക്കാരൻ, സുഷമ സ്വരാജിനും ഷീല ദീക്ഷിത്തിനും ശേഷം വീണ്ടും ദില്ലിക്കൊരു വനിതാ മുഖ്യമന്ത്രി എത്തുന്നുവല്ലേ? സുഷമ സ്വരാജിനും അതോടൊപ്പം തന്നെ ഷീലാ ദീക്ഷിത്തിനും ഒപ്പം അതിർഷിക്ക് ശേഷം ദില്ലിക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. ദില്ലിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ. എന്താണെങ്കിലും രേഖാ ഗുപ്ത ദില്ലിയുടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും ദില്ലിയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ BJP സംബന്ധിച്ചിടത്തോളം 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് BJP എന്താണെങ്കിലും വലിയ വ്യത്യസ്തമായ തീരുമാനം ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രധാനമായും പർവേഷ് വർമ്മ, വിജേന്ദ്ര ഗുപ്ത അടക്കമുള്ള ആളുകൾ മുൻനിരയിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ പർവേഷ് വർമ്മയെ ഉപമുഖ്യമന്ത്രിയാക്കും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. അതോടൊപ്പം വിജേന്ദ്ര ഗുപ്ത സ്പീക്കർ ആകുമെന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. രാജ്യത്തെ BJPയുടെ നിലവിലത്തെ ഏക വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് രേഖാ ഗുപ്ത എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. രേഖാ ഗുപ്തയുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അവർ കടന്നു വരുന്നത്. ദില്ലി സർവകലാശാലയിലെ ദില്ലി യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ പിന്നീട് പലതവണ BJPക്ക് വേണ്ടി സൗത്ത് ദില്ലിയിൽ അടക്കം മത്സരിച്ച് കൗൺസിലറായി, അവരുടെ BJPയുടെ കൗൺസിലറായൊക്കെ പിന്നീട് അവർക്ക് സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സൗത്ത് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ പ്രഗത്ഭയായ BJPയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷ ആയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് രേഖാ ഗുപ്ത. സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ തന്നെ ഒരു അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഈ ഘട്ടത്തിൽ അവർ എടുത്തിരിക്കുന്നത് എന്ന് വേണം, തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാൻ കഴിയും. നമ്മൾ BJPയുടെ സംസ്ഥാന ആസ്ഥാനത്താണ് ഉള്ളത്. ഇവിടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ എന്താണെങ്കിലും യോഗം കഴിഞ്ഞ് അകത്ത് കാര്യങ്ങൾ അല്പസമയത്തിൽ തന്നെ വിവരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രേഖാ